സ്വർഗീയ പൗരത്വം സൗജന്യമോ? ഇന്ന് 2025 ഡിസംബർ 16 ചൊവ്വാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2591 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. രാവിലെ തന്നെ യാത്ര തുടർന്നു. രാത്രി ബാംഗ്ലൂരിൽ കസിൻ്റെ വീട്ടിലെത്തി ക്ഷേമത്തോടെ വിശ്രമിച്ച ശേഷം വീണ്ടും എഴുതാനിരുന്നപ്പോഴാണ് കഴിഞ്ഞ 2 ദിവസമായി എഴുതിക്കൊണ്ടിരുന്ന വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടെ എഴുതേണ്ടത് അത്യാവശ്യം എന്ന് തോന്നിയത്. അതുകൊണ്ട് തുടരട്ടെ. ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ 22-25 മുതൽ വായിക്കുമ്പോൾ, തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു എന്ന ഒരു വാക്യത്തിലും പൗരത്വം എന്ന വാക്കുണ്ട്. റോമാ പൗരൻ എന്നാൽ റോമാ സാമ്രാജ്യത്തിൻ്റെ പൗരത്വമുള്ളവൻ എന്നാണ് അർത്ഥം. ഞാൻ അന്യനല്ല, ഞാൻ അഡ്രസ്സുള്ള ആളാണ്, നുഴഞ്ഞു വന്നവനല്ല, ഞാൻ സ്വന്തം രാജ്യം തരുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നതും പറയുന്നതും. ഈ എന്നെ നിങ്ങൾ അന്യായമായിട്ടാണ് ഉപദ്രവിക്കുന്നത് എന്നാണ് പൗലോസിൻ്റെ ഭാഷ്യം. ഇത് ന്യായമായ ചോദ്യം. ഇന്നും ഈ അന്യായങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മതിയായ നോട്ടീസ് ഒന്നും കൊടുത്തിരുന്നില്ല എന്നാണ് താനും പറഞ്ഞത്. ഈ ചെയ്യുന്നത് അന്യായമാണ് എന്ന് അദ്ദേഹവും വിളിച്ചു പറയുന്നുണ്ട്. അന്യമില്ലാത്ത ലോകം ഇല്ല എന്നർത്ഥം. 16 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് അയാൾക്ക് ജാമ്യം കിട്ടിയത്. തുടർന്ന് അദ്ദേഹത്തിന് പത്രക്കാരോട് സംസാരിക്കാൻ പോലും വിലക്കുകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. വാക്കുകളിൽ കുടുക്കി അറസ്റ്റ് ചെയ്യും എന്ന പേടി രാഹുൽ ഈശ്വറിൻ്റെ വക്കീലിന് പോലുമുണ്ട്. മത്തായി സുവിശേഷം 22-15-16 വാക്യങ്ങളിൽ, അനന്തരം പരീശന്മാർ ചെന്ന് യേശു ക്രിസ്തുവിനെ വാക്കിൽ കുടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വാക്കിൽ കുടുക്കി ഉപദ്രവിക്കുന്നവർ ഇന്നും സുലഭമാണ്. ഞാനും അതിൻ്റെ ഇരയാണ്. എന്നെയും ചിലർ ആ നിലയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം 22-26 ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമാ പൗരൻ ആകുന്നു എന്ന് ബോധിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ സഹസ്രാധിപൻ വന്ന്, നീ റോമാ പൗരൻ തന്നെയോ? എന്നോട് പറക എന്ന് ചോദിച്ചു എന്നാണ് വാക്യം 27 പറയുന്നത്. അതിന് കർത്താവ് അതെ എന്നാണ് ഉത്തരം പറഞ്ഞത്. ഇനിയാണ് ട്വിസ്റ്റ്. അപ്പോൾ ശതാധിപൻ പറയുന്നു, ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു. വാക്യം 22 സഹസ്രാധിപൻ്റെ പറഞ്ഞതിന് മറുപടിയായി പൗലോസ് വീണ്ടും പറയുന്നു, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന്. പ്രിയ വായനക്കാരെ, പൗരത്വത്തിന് വിലയുണ്ട്. വാക്യം 29 വരുമ്പോൾ, പൗലോസിനെ ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമാ പൗരൻ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. പൗരത്വം അത്രമേൽ വിലപ്പെട്ടതാണ്. അറിഞ്ഞും അറിയാതെയുമൊക്കെ പലവിധ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ഇന്ന് വിദേശ ജയിലുകളിൽ കൊലക്കയർ പ്രതീക്ഷിച്ച് കിടക്കുന്ന ചിലർ ഇന്ത്യൻ പൗരത്വമുള്ളവർ ആണെന്നറിഞ്ഞ് നമ്മുടെ രാജ്യം അവരെ മോചിപ്പിച്ച് കിട്ടുവാൻ കോടാനുകോടി രൂപ ചെലവഴിക്കാൻ തയ്യാറുമാണ്. നിമിഷപ്രിയയുടെ മോചനം നമ്മൾ വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവിടുത്തെ മതത്തിൻ്റെ നിയമം അവളെ വെറുതെ വിടുന്നില്ല എന്നാണ് അറിയുന്നത്. എൻ്റെ വായനക്കാരോട് സർവ്വ ബഹുമാനത്തോടും കൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആദമും ഹവ്വയും സ്വർഗീയ പൗരത്വമുള്ളവരായിരുന്നു. ഏദൻ തോട്ടത്തിൽ അത് അവർ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തി. അവർ നാടുകടത്തപ്പെട്ടു. ആ ആദാമിൻ്റെ മക്കളായ നമ്മളും സ്വർഗീയ പൗരത്വം നഷ്ടമായവരാണ്. ഇനി ആ നഷ്ടപ്പെട്ട സ്വർഗീയ പൗരത്വം വീണ്ടെടുക്കാതെ സ്വർഗത്തിലേക്കൊരു പ്രവേശനമില്ല. ഞാൻ ഈ പറഞ്ഞ സത്യമല്ലേ? ഒരുപക്ഷെ നിങ്ങൾ അറിയാതെയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തികൾ സ്വർഗത്തിൽ പോകാനുള്ള പൗരത്വം ഉണ്ടാക്കലാണ്. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന താല്പര്യത്തോടെയുള്ള കാനനപാതാണ്ടലൊക്കെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മലയാറ്റൂർ മല കയറുന്നതും വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോകുന്നതും മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോകുന്നതുമൊക്കെ കർമ്മം കൊണ്ട് സ്വർഗീയ പൗരത്വം നേടാമെന്നുള്ള കൊതി കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം, ഏതു വിധേനയും സ്വർഗത്തിൽ പോകാൻ സ്വർഗീയ പൗരത്വം സമ്പാദിക്കണമെന്ന ഒരു ഉൾബോധം ലോകത്തിലെല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കും അതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷ പ്രവർത്തകർ സുവിശേഷം വിശ്വസിക്കുന്നവർ സ്വർഗത്തിൽ പോകാൻ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരല്ല. ഒരു കാലത്ത് ഞങ്ങൾ നിങ്ങളെപ്പോലെ ജനിച്ച മതത്തിൻ്റെ അതിർവരമ്പുകളിൽ നിന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്തു വന്നവരായിരുന്നു.
അതുകൊണ്ട് പാപമോചനം കിട്ടുകയില്ല എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെപ്പോലെ ഞങ്ങളും തിരിച്ചറിഞ്ഞു. എന്നാൽ നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുന്ന ദൈവമാണ്. ഈ ക്രിസ്തു കുരിശിൽ മരിച്ചത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പരിഹരിക്കാനാണ്. ഈ യേശു ക്രിസ്തുവിനെ പാപപരിഹാരക രക്ഷകനായി കർത്താവ് രക്ഷകമായി സ്വീകരിക്കുന്ന ഏവർക്കും സ്വർഗീയ പൗരത്വം സൗജന്യമാണ്. ഇത് ഞങ്ങളുടെ അനുഭവമാണ് എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുക്കുന്നു. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.